ജയറാം, സിദ്ദിഖ്, ജഗതി, മാമുക്കോയ കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ ഏഴരപ്പൊന്നാന എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. എടാ അമ്പുചാച്ചാ, ഇമാറെ ഓല വെട്ടിരണ്ട് ഓരോന്നോരോന്നിട്ട്, അല്ലെങ്കിലേ നഷ്ടക്കച്ചവടത്തിലാ. ഉണങ്ങിയ ഓലയും മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മുതലാളി. നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. ഇങ്ങോട്ട് നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം, അയമുട്ടിക്ക് പിന്നാമ്പുറത്തൂടെ വരുന്നുണ്ടെന്ന്. അടുത്ത് പോ ചെല്. എടാ അമ്പുചാച്ചാ, ഇന്നാരും ചോദിച്ചാ ഞാൻ കുഞ്ഞിരാമനായ തൊടിയിൽ നിന്ന് വന്നേക്കണം കേട്ടോ. എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറി തന്നെ. തേങ്ങ തേങ്ങ കൊച്ചേ, ആ തേങ്ങാക്കോയ പോയോ? അയമുട്ടിക്കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിലെ തേങ്ങ പറിക്കാൻ പോയി. എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ദേ ഇതും കൂടെ എടുത്തോ, തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ വെച്ചേ. അയമുട്ടിക്ക് അങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരണോ? ഒരാവശ്യമില്ലാണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. പോയാ തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യമില്ല. എന്നാ എനിക്കുണ്ടോ? പോയല്ലേ? വിട്ടോ വിട്ടോ. എടോ ഇങ്ങോട്ട് പാടോ, ഒരു വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ? ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. എടോ കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണ് കൂളിംഗ് ഗ്ലാസാ. എടോ എന്നെ രക്ഷിക്കണോ. എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ടേസ്റ്റാ. കുടിച്ചോ കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. എടോ ഒരു അത്യാവശ്യ കാര്യം എന്തായാലും നമുക്ക് പെണ്ണാലോചിച്ച് വരാന്ന് വിചാരിക്കേ. രക്ഷിക്കണോ എന്നെ. കിട്ടി. കിട്ടില്ല. ഓടിവായോ, രക്ഷിച്ചോ. പോണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട് താഴെ അതൊരു വീട്. ശരിയായി സാർ. ലൗസീൻ ലൗസീൻ. അയ്യേ, വാലിന് കുറ്റിട്ടോണ്ട് വേണ്ടേ സാർ? ബെല്ലടിച്ചിട്ടുണ്ട് അകത്ത് വരാൻ. ബെല്ല് കൊണ്ടുവന്നില്ല. അതൊക്കെ പിടിച്ചു പോക്ക് ഊര തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവലാതിയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുകയും ചെയ്തു. അടി എനിക്കും വീട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് 2 ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റില്ല. സാറിനെ കൊണ്ടുപോകാൻ ഒരു പാല് വണ്ടി വരും. പാലും വണ്ടി? അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിലെ അഴുക്ക് വെള്ളം. 10 ഉലുവ. കോട്ടും സൂട്ടും വിട്ട് 10 പൈസ ഇല്ലാതെ എന്തിനവനൊക്കെ വൃത്തിയായിട്ട് ലോഡ്ജിൽ താമസിക്കുന്ന നക്കി നായ. ആരാടാ നക്കി? നിന്റെ തന്ത. പാത്രം എടുക്കണേ. ആ അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച് ആ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടി എടുത്ത് സാറിന്റെ തലയിൽ വെച്ച് സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ, നമ്മളെങ്ങോട്ടാ? ഞാൻ ആ കവല ഇറങ്ങിക്കോളാം. എന്നാ കയറി ഓടിച്ചോ. അയ്യോ ചേട്ടാ, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാം. ഇതേതാ ദാസേ പുതിയ ഇറക്കുമതി? പതുക്കെ പറ. പുലിയാ? പുലിയോ? ആ, അച്ചു
അച്ചു എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാ അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ. പുലിയാണെന്ന് ഉറപ്പുണ്ടോ? ശരീരത്തിൽ വെടി കൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി, ഇനിയുണ്ട് ബാക്കി. ഈശോ, പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. ഓ എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ? അധികം അടുത്ത് പോണ്ടത് കടിക്കും. ഒന്നും പറയാറായിട്ടില്ല. ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി. അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം. മുളക് വെള്ളം എടുത്ത് ഒഴിക്ക്. അയ്യോ, 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 എനിക്ക് കണ്ണ് കാണാൻ വയ്യ. അയ്യോ, എന്റെ കണ്ണ് തീർന്നു. എന്താ 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 അയ്യോ, അയ്യോ, എടാ അന്തപ്പാ, എന്റെ കണ്ണ് തീർന്നടാ. അയ്യോ, ചൂടുവെള്ളം ഒഴിച്ച്. അയ്യോ, അയ്യോ, സൈക്കിൾ ട്യൂബിലെ ഇതാരും സാറോ? പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ? ഇനി സൗകര്യത്തിന് കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോട്ടെ. എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള. കുട്ടപ്പ, കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അയ്യോ, എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചടാ, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ, എന്റെ അമ്മ, ഞാൻ അങ്ങോട്ട് ഓടും. അയ്യോ, കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കുവോ? ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കുന്നു. ഒരത്ഭുതമില്ല. സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല, ബാലനെ. എനിക്കൊരു സംശയം. ഈ സ്വന്തം തന്തക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ, എന്തോ തന്റെ തന്തക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയമൊക്കെ ഉടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലം പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ഇളിച്ച് കാണിക്കാതെ അടിക്കണോ? അടിച്ചോണ്ടിരിക്കുമല്ലോ പിന്നെ. ആ പെട്ടിയാണോ? എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തയും മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? വരൂ ചേച്ചി. അല്ല, തുണി തിരുമ്പുക. ഇതെങ്ങടാ ഈ തുള്ളിച്ചാടി പോണേ? അവിടെ ബാലം വന്നവരെ നിനക്കറിയില്ലേ? പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണേ? അയ്യോ ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേക്കണ്ട. അച്ചു പോ. ചേച്ചി പറഞ്ഞു കേട്ടോ. പോകാൻ പറഞ്ഞ ആട്ടി കൊണ്ടാലേ സമാധാനം. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഒന്നും പറയണ്ട എന്റെ സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണാലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളകുള്ളൂ. അതെന്താ? അപ്പണി സ്വപ്പ വട്ട. ഇതിന്റെ ഇടയ്ക്ക് പണ്ടങ്ങോ നാട് വിട്ട് ഒരു ബാലൻ വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. എന്റെ ദൈവമേ, പുഴയെ വെള്ളം കാണണേ. ഇവിടെ വന്ന് കിടക്കുകയാണല്ലേ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത്. എന്റെ ഒരു സമയദോഷം. വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു. താൻ കാരണം അത് ഇല്ലാണ്ടായി. അവര് പറഞ്ഞ എന്താണെന്നറിയോ? ഞാനൊരു വീടനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നതെന്ന്. താൻ ഇപ്പൊ സത്യം പറയണം. എന്താ നിന്റെ പേര്? ബാബു. എവിടെ നിന്ന് വരുന്നു? കുറച്ച് ദൂരെ. സത്യം പറ. താൻ മോഷ്ടാവോ, കൊലയാളിയോ, അതോ സ്മഗ്ലറോ? ഇവിടെ ആര് തിരക്കി വന്നു? ഞാനൊരു പ്രഭാവതിയമ്മയെ തിരക്കി വന്നതാ. ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളൂ?
അതെന്റെ അമ്മയാണല്ലോ. അവരെ തന്നെയാ. എന്റെ അമ്മ. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്താ അവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 കുടം വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരകുട്ടിയാണോ? ഏത്? അല്ല, ആനയെ പത്മനാഭനാണെ 2 പാപ്പാമാരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ ഒന്നും ആന വരും.